وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. أما بعد. അബുദാബി സുന്നി സെന്ററും അബുദാബി SKSSF സംയുക്തമായി ഒരുക്കുന്ന വിജ്ഞാന വിരുന്നിലേക്ക് മഹാനായ അല്ലാമ ഖാദി അയ്യാദ് റഹിമഹുല്ലാ അവരുടെ വിശ്വവിശുദ്ധമായ കിതാബ് ഷിഫ ബി തഅരീഫി ഹുഖൂഖി സയ്യിദുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിന്റെ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 24ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ ഇമാം ഖാദി അയ്യാദ് അവരുടെ കിതാബ് ഷിഫയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഖിസ്മാണ്, ഒരു ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കിതാബിന്റെ തന്നെ തുടക്കത്തിലേ പറഞ്ഞത് നമ്മൾ മുൻ എപ്പിസോഡിൽ കണ്ടു. ആദ്യ എപ്പിസോഡുകളിൽ ഈ കിതാബിന്റെ പ്രധാനമായ അദ്ദേഹത്തിന്റെ രചനാ ഉദ്ദേശം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തികളായ നമ്മുടെ പേരിലുള്ള അവകാശം, നമ്മുടെ മേലിൽ നബിതങ്ങളുടെ അവകാശം സ്ഥാപിക്കുക, നമ്മൾ എന്തൊക്കെ ഹക്കുകളാണ് നബിതങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടത് എന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക, തെര്യപ്പെടുത്തുക എന്നുള്ളതാണ്. കിതാബിന്റെ നാമകരണം പോലും അതാണല്ലോ സ്ഥാപിക്കുന്നത്, തെളിയിക്കുന്നത്. കിതാബ് ഷിഫ ബി തഅരീഫി ഹുഖൂഖി സയ്യിദുൽ മുസ്തഫ, ഇതാണ് ഗ്രന്ഥത്തിന്റെ പേര്. ഗ്രന്ഥത്തിന്റെ പേര് തന്നെ ഏതാണ്? ബി തഅരീഫി ഹുഖൂഖി സയ്യിദുൽ മുസ്തഫ, നമ്മുടെ മുസ്തഫ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൾ, അവിടുത്തെ അവകാശങ്ങൾ, നബിയുടെ റൈറ്റ്സ്, നബിയുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മിൽ നിന്ന്, ഉമ്മത്തികളായ അനുയായികളായ മുത്തബഈങ്ങളായ അത്ബാആയ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായ നമ്മൾ നബിതങ്ങൾക്ക് കൊടുക്കേണ്ട ഒരുപാട് ബാധ്യതകൾ, ചെയ്തു തീർക്കേണ്ട ചുമതലകളുണ്ട് നമ്മുടെ പേരിലുള്ള. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം തന്നെ രചിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ പറയുന്നത് ഫീമാ യജിബു അലൽ അനാമി മിൻ ഹുഖൂഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനാം എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി നിർബന്ധമായത് നബിതങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന്, നബിതങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട, വകവെച്ചു കൊടുക്കേണ്ട അവിടുത്തെ അവകാശങ്ങൾ. അതിൽ വിഷയം തന്നെ അതാണ്. ഫി വുജൂബി തസ്ദീഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ സത്യമാക്കൽ എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിക്കൽ അത് നിർബന്ധമാണ് എന്ന വിഷയത്തിലാണ്. വത്തിബാഹി, അവരെ ഇത്തിബാ ചെയ്യൽ അനിവാര്യമാണ് എന്ന വിഷയമൊക്കെയാണ്. ഫി സുന്നത്തിഹി വ തആത്തിഹി, നബിതങ്ങളുടെ സുന്നത്ത്, അവരുടെ അനുസരണതയിലൊക്കെ. വ മഹബ്ബത്തിഹി, അവിടുത്തെ മഹബ്ബത്തിൽ. വ മുനാസഹത്തിഹി, അവരോട് എപ്പോഴും നമുക്ക് ഗുണകാംക്ഷയാണ് നബിതങ്ങളോട് വേണ്ടത്. നബിതങ്ങളോട് എന്ന് പറഞ്ഞാൽ അവരുടെ ദീനിനോട്, അവിടുത്തെ സുന്നത്തിനോട്, അവിടുത്തെ ഗ്രന്ഥത്തോടൊക്കെ നമുക്ക് മുനാസഹത്ത് വേണം. നമുക്ക് ഒരു ഗുഡ് വിൽ, അല്ലെങ്കിൽ ഒരു ഗുഡ് വിഷ്, ഒരു നസീഹത്ത്, അതിനോടൊക്കെ നമ്മൾ കൊടുക്കേണ്ട. ദീൻ വൻ നസീഹ ഖുൽനാ ലിമൻ ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം എന്ന് പറഞ്ഞ ഹദീസിൽ. അതുപോലെ തൗഖീരിഹി, നബിതങ്ങളെ നമ്മൾ ബഹുമാനിക്കണം എന്ന വിഷയം. വബിർരിഹി, അവിടത്തോട് നമ്മൾ ബിർറ് ചെയ്യണം, ഗുണം ചെയ്യണം. വഹുകമി സ്വലാത്തി അലൈഹി, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഹുക്കുമന്ത്, ഇതൊക്കെ പറയുന്ന. വത്തസ്ലീമി, സലാത്തും സലാമും. അതുപോലെ സിയാറത്ത് ഖബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത്, അത് നമ്മുടെ മേൽ കടമയാണ്. അതുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിതാബ് ഷിഫായുടെ ഇനിയുള്ള ഈ ഭാഗത്തിൽ, രണ്ടാമത്തെ ഖിസ്മിൽ ബഹുമാനപ്പെട്ടവർ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതിലെ ഒന്നാമത്തെ ബാബു ഫി ഫർദുൽ ഈമാൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വജൂബി തആത്തിഹി വത്തിബാഇ സുന്നത്തിഹി, നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്, അവിടുത്തെ ത്വാഅത്ത് നിർബന്ധമാണ്, അവിടുത്തെ സുന്നത്ത് ഇത്തിബാഇ ചെയ്യലും നമ്മുടെ കടമയാണ്. ഇത് പറയുന്നതിന്റെ ഫസ്ലാണ്, അതിന്റെ ബാബാണ്. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരമായ കാര്യമാണല്ലോ. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ഈമാൻ തന്നെ, ഒരു മുഅ്മിനിന്റെ ഈമാൻ തന്നെ സാധുവാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് രണ്ടും കൂടിയാണല്ലോ. കലിമത്തു തൗഹീദ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണാണ്. ഈ രണ്ട് വിശ്വാസങ്ങളും, അള്ളാഹുവിന്റെ തൗഹീദിലുള്ള വിശ്വാസത്തോടൊപ്പം നബിതങ്ങളുടെ വിസാലത്തിലുള്ള വിശ്വാസവും ചേരുമ്പോഴാണ്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരിൽ ലദീ അൻസൽനാ, സൂറത്ത് താബ് 8ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, നബിതങ്ങളെ കൊണ്ട് അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതരിലും നിങ്ങൾ വിശ്വസിക്കുക. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരിൽ ലദീ അൻസൽനാ, നമ്മൾ ഇറക്കിയ നൂറ് എന്ന് പറഞ്ഞ ഖുർആൻ. അപ്പോൾ അള്ളാഹുവെയും അവന്റെ റസൂലിനെയും അവന്റെ ഖുർആനെയും നിങ്ങൾ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്ന് അള്ളാഹു തആല വ്യക്തമായി പറയുന്നത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി وتعزروه وتوقروه وتسبحوه بكرة وأصيلا. സൂറത്തുൽ ഫത്ഹ് 8-9 ആയത്തുകളിൽ അല്ലാഹു തആല പറയാണ്,
നാം അങ്ങയെ നിയോഗിച്ചത് ഷാഹിദ വ മുബശ്ശിറ വ നദീറ ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവെ കൊണ്ടും അവരുടെ പ്രവാചകരെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കാനാണ് മനുഷ്യരെ മുഅ്മിനീങ്ങളെ. അവരെ നിങ്ങൾ ശക്തിപ്പെടുത്തുക, ശാക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട ഒത്താശ, സ്നേഹം, സഹകരണം, ശക്തിയൊക്കെ കൊടുക്കാൻ. അവരെ ബഹുമാനിക്കാൻ. അതുപോലെ അള്ളാഹുവെ, അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെയും ബുക്റതൻ വഅസീല, അള്ളാഹുവിന് രാവിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലാനും. അപ്പോ അള്ളാഹുവെ തസ്ബീഹ് ചൊല്ലുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവെ വാഴ്ത്തുക, അതോ എന്ന വിഷയത്തിന്റെ കൂടെ തന്നെ അള്ളാഹു തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിക്കുക, അവർക്ക് ശക്തി കൊടുക്കുക, അവർക്ക് ബഹുമാനം കൊടുക്കുക, അള്ളാഹു റസൂലിനൊക്കെ കൊടുക്കേണ്ട അവകാശങ്ങളാണ്. അതുപോലെ സൂറത്തുൽ അറാഫിൽ 158-ാമത്തെ ആയത്തിൽ ഫആമിനൂ ബില്ലാഹി വറസൂലിഹി അന്നബിയിൽ ഉമ്മിയി, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ പ്രവാചകരെ കൊണ്ടുമുള്ള വിശ്വാസം. ഈമാനു ബിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാജിബുൻ മുതഅയ്യിനുൻ ലാ യതിമ്മു ഈമാനുൻ ഇല്ലാ ബിഹി വലാ യസിഹു ഇസ്ലാമുൻ ഇല്ലാ മാഅഹ്. അത് ഇയാൾ തങ്ങൾ പറയാം, അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് നബിതങ്ങളെ കൊണ്ടുള്ള ഈമാൻ എന്ന് പറഞ്ഞ വാജിബും മുതഅയ്യിനുമാണ്. ഫർദ് ഐൻ എന്ന് പറഞ്ഞ പോലെ നിർബന്ധം, അതിൽ വിട്ടുവീഴ്ചല്ല. ലാ യതിമ്മു ഈമാനുൻ ഇല്ല, അതില്ലാതെ ഈമാൻ പൂർണ്ണയല്ല ഒരു ഈമാനും. വലാ യസിഹു ഇസ്ലാമുൻ ഇല്ലാ മാഹു, അതില്ലാതെ ഇസ്ലാമും പൂർണ്ണമല്ല ഈമാനും പൂർണ്ണമല്ല. ഈമാനും ഇസ്ലാമും പൂർണ്ണമാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള തസ്ദീഖ്, ഈമാന്, ഇത്തിബാഅ് ഇതൊക്കെ ആവശ്യമാണ്. ഖാല അല്ലാഹു തആല വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സഈറാ. സൂറത്തുൽ ഫത്ഹ് 13-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാ, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാത്തവർക്ക് കത്തിജ്വലിക്കുന്ന നരകമാണ് കാഫിരീങ്ങൾക്ക്. അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തോടൊപ്പം ചേർത്ത് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് തന്നെയല്ലേ പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തങ്ങൾ പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വയുഅ്മിനൂ ബി വബിമാ ജിഅ്തു ബിഹി ഫഇദാ ഫഅലൂ ദാലിക അസമൂ മിന്നി ദിമാഅഹും വഅംവാലഹും ഇല്ലാ ബിഹഖ്ഖിഹാ വഹിസാബുഹും അലല്ലാഹ്. അള്ളാഹുവിലും അവന്റെ റസൂലിലുമുള്ള വിശ്വാസം അത് തന്നെയാണ് അടിസ്ഥാനപരം എന്നാണ് ഈ ഹദീസിലൊക്കെ. വേറെയും പല ഹദീസുകളുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അൻ തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി. ഇതൊക്കെ പല ഹദീസുകളിൽ പലരോടും, പല റാവിമാരോടും, പല സഹാബികളോടും നബി തങ്ങൾ പല സാഹചര്യത്തിലും പറഞ്ഞ ഹദീസുകളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുമുള്ള വിശ്വാസവും അനിവാര്യമാണ്. മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞെടുത്ത സൂറത്ത് മുനാഫിഖൂനിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ എന്ന് പറയുന്നുണ്ട് മുനാഫിഖീങ്ങളെ കുറിച്ച്. അപ്പൊ മുനാഫിഖീങ്ങള് നബിതങ്ങളിൽ വിശ്വാസമുണ്ട് അവർ മാവാൽ പറയുന്നുണ്ട്, പക്ഷെ അല്ലാഹുക്കറിയാം അവർ മുനാഫിഖീങ്ങളാണ്. അവരുടെ വിശ്വാസം നബിതങ്ങളെ ശരിക്കും വിശ്വസിക്കാതെയാണ്, വേണ്ട പോലെ വിശ്വസിക്കാതെയാണ് അവർ ആ പറയുന്നത് എന്നതുകൊണ്ടാണല്ലോ അവർ മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ, ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സൂറത്തുൽ അൻഫാലിലെ 20-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ വഅതിഉല്ലാഹ വറസൂലഹു, അള്ളാഹു വ്യക്തമായി പറയാം, ഓ വിശ്വാസിക്കുക മുഅ്മിനീങ്ങളെ, അത്തിഉല്ലാഹ വറസൂല, അള്ളാഹുവേയും അവന്റെ പ്രവാചകരെയും നിങ്ങൾ അനുസരിക്കുക, വഴിപ്പെടുക. ഖുൽ അത്തിഉല്ലാഹ വറസൂൽ, ആല ഇംറാൻ 32-ാമത്തെ ആയത്ത്, വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ, ആല ഇംറാൻ 132. വഇൻ തുതിഊഹു തഹ്തദൂ, സൂറത്തുൻ നൂർ 54. അള്ളാഹു പറയാണ്, നിങ്ങൾ അവരെ അനുസരിച്ചാൽ, വൈൻ തുതിഊഹു, നബിതങ്ങളെ നിങ്ങൾ അനുസരിച്ചാൽ തഹ്തദൂ, നിങ്ങൾ സന്മാർഗത്തിലെത്തും. നബിതങ്ങളെ താഅത്ത് ചെയ്യൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടൽ, അനുസരിക്കൽ, അത് ഹിദായത്തിന്റെ അനിവാര്യമായ ഘടകമാണെന്ന് ഖുർആൻ പറയാം. വഖാല തആല, അല്ലാഹു തആല തന്നെ സൂറത്തുൻ നിസായിൽ 80-ാമത്തെ ആയത്തിൽ പറയാം, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, അല്ലാഹുവെ ആരെങ്കിലും താഅത്ത് ചെയ്താൽ, അനുസരിച്ചാൽ അവൻ റസൂലിനെയും അനുസരിച്ചു. അല്ല, നേരെ തിരിച്ച്, മൻ യുതിഇർ റസൂല, റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ, അംഗീകരിച്ചാൽ, വഴിപ്പെട്ടാൽ, ഫഖദ് അതാഅ അല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ തിരുദൂതരെ വഴിപ്പെട്ടാൽ അവർ അള്ളാഹുവെ വഴിപ്പെട്ടവനായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടൽ, നബിതങ്ങളെ അനുസരിക്കൽ, അത് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിന്റെ അനിവാര്യമായ ഘടകമാണ്, അതിന്റെ നിബന്ധനയാണ് എന്നർത്ഥം. സൂറത്തുൻ നിസാ 80. അതുപോലെ സൂറത്തുൽ ഹശ്ർ 7-ാമത്തെ ആയത്തിൽ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു
വമാ നഹാകും അൻഹു ഫൻതഹൂ. വളരെ വ്യക്തമായിട്ട് അല്ലാഹു പറയാം ഇസ്ലാം എന്താ, ഈമാൻ എന്താ. വമാ ആതാകുമുർ റസൂലു, എന്റെ ദൂതർ നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്തോ ഫഖുദൂഹു, അത് നിങ്ങൾ എടുക്കുക, പിടിക്കുക, അനുസരിക്കുക എന്നർത്ഥം, അത് ഉൾക്കൊള്ളുക. വമാ നഹാകും അൻഹു ഫൻതഹൂ, ദൂതർ എന്ത് വിലക്കിയോ, അള്ളാഹുവിന്റെ റസൂൽ എന്ത് നിങ്ങളോട് അരുതെന്ന് പറഞ്ഞോ, ഫൻതഹൂ, അത് വിട്ടു നിൽക്കുക. അപ്പൊ നബിതങ്ങൾ പറഞ്ഞത് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യുക. നബിതങ്ങൾ നിങ്ങൾക്ക് തന്ന ഡോസ് അത് നിങ്ങൾ ചെയ്യുക, ഡോൺസ് അത് വർജിക്ക, വിട്ടു നിൽക്കുക. അവർ നബിതങ്ങൾ അംഗീകരിക്കൽ തന്നെയാണ്, അവരെ കേൾക്കലും വഴിപ്പെടലും തന്നെയാണ് ദീൻ. അത് തന്നെ അള്ളാഹു അനുസരിക്കൽ തന്നെ. എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അവരാണ് വിജയികൾ എന്ന് പറയാം സൂറത്തുൻ നിസായിലെ 96-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, അള്ളാഹു തആല അയക്കുന്ന പ്രവാചകന്മാരൊക്കെ അവർ ത്വാഅത്ത് ചെയ്യപ്പെടേണ്ടവരും വഴിപ്പെടേണ്ടവരുമാണ്. അള്ളാഹു തആല അയക്കുന്ന നബിമാരെ, മുർസലീങ്ങളെ അംഗീകരിക്കേണ്ടത് ഓരോ ഉമ്മത്തികളുടെയും അനിവാര്യമായ ഘടകമാണ്. എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഹദീസിലൂടെ പറഞ്ഞത്, എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹു അനുസരിച്ചു, എനിക്ക് വഴിപ്പെട്ട അള്ളാഹു വഴിപ്പെട്ടവനായി. എന്നെ ആരെങ്കിലും ധിക്കരിച്ചാൽ, എന്നോട് ധിക്കാരം ചെയ്താൽ, അനുസരണക്കേട് കാണിച്ചാൽ, ഫഖദ് അസല്ലാഹ, അവൻ അള്ളാഹുവേയും ധിക്കരിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെ അനുസരിച്ചവൻ അള്ളാഹുവെ അനുസരിച്ചവനായി. അതുപോലെ ഞാൻ നിയോഗിച്ചവരെ അനുസരിച്ചവൻ ആരോ അവർ എന്നെയും അനുസരിച്ചവരായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറാക്കളായി അല്ലെങ്കിൽ വിധങ്ങളുടെ കൈകാര്യകർത്താക്കളായി ഏൽപ്പിച്ചവരെ അവരെയും അംഗീകരിക്കലും അനുസരിക്കലും അനിവാര്യമാണ് എന്നർത്ഥം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അനേകം ആയത്തുകൾ, നേരത്തെ തുടക്കത്തിലെ ആദ്യ എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് ആയത്തുകൾ, 19ഓളം ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആദ്യ എപ്പിസോഡുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, അളീമു മൻസിലതിഹി വഖദ്രിഹി ഇൻദല്ലാഹ്, അത് ഖുർആൻ കൊണ്ട് നമുക്ക് സ്ഥാപിച്ച അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചു അയാൾ തങ്ങൾ. ആ ആയത്തുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പൊ അനേകം ആയത്തുകളിലൂടെ, നൂറുകണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹു തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം, അനുസരിക്കണം. അവർ അംഗീകരിച്ചെങ്കിലേ, അനുസരിച്ചെങ്കിലേ നിങ്ങൾ വിജയിക്കൂ എന്നാണ്. അതിന്റെ വിശദീകരണം പറയുക മാത്രമാണ് നബിതങ്ങളും ചെയ്തത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിട്ടു നിൽക്കണം. വഇദാ അമർതുകും ബിഅംരിൻ ഫഅ്തു മിൻഹു വസ്തതഅതും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരമാവധി സാധ്യമായത് അത്രയും ചെയ്യണം. ഈ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിതങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തെല്ലാം സ്വർഗത്തിൽ കയറും, എന്റെ ഉമ്മത്തികളൊക്കെ സ്വർഗത്തില, ഇല്ലാമൻ അബാ, മൻ അബാ ഒഴികെ. അബാ എന്ന് പറഞ്ഞ വിസമ്മതിച്ചു, വിലങ്ങി, സമ്മതിക്കാത്തവരൊഴികെ. ഇല്ലാമൻ അബാ. ഖാലൂ യാ റസൂലല്ലാഹ് വമൻ അബാ, ആരാണ് നബിതങ്ങളെ മൻ അബാ കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? മൻ അബാ, അല്ലാത്തവരൊക്കെ സ്വർഗത്തിൽ എന്നല്ലേ. മൻ അബാ ആരാണ്? ഖാല ഫമൻ തഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. നബിതങ്ങൾ പറഞ്ഞ് അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, നിർവചിച്ചു കൊടുക്കുക. മൻ തഅനി ഫഖദ് ദഖലൽ ജന്ന, എന്നെ ആരംഗീകരിച്ചോ അനുസരിച്ചോ വഴിപ്പെട്ടോ അവൻ സ്വർഗപ്രവേശം, അവൻ സ്വർഗം കടക്കും. ദഖലൽ ജന്ന വമൻ നസാനി, എന്നെ ആര് ധിക്കരിച്ചോ, എന്നെ അനുസരണക്കേട് കാണിച്ചോ, എന്നോട് അനുസരണക്കേട് ആര് ചെയ്തോ, ഫഖദ് അബാ, അവനാണ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ നരകാവകാശിയാണ്. വലയ്യാദു ബില്ലാഹ്. وفي الحديث الآخر غير الحديث صحيح حديث القانا مثلي ومثل ما بعثني الله به كمثل رجل أتى قوما فقال يا قوم إني رأيت الجيش بعيني وإني أنا النذير العريان وإني أنا النذير المبين. إن رجل حديث البرد رواية القانا فالنجا فطاعه طائفة من قومه فأدلجوه فانطلقوا على مهلهم فنجوا وكذبت طائفة منهم فأصبحوا مكانهم فصبحهم الجيش فأهلكهم واجتاحهم فذلك مثل من أطاعني واتبع ما جئت به ومثل من عصاني وكذب ما جئت به من الحق. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണത്തിലൂടെ കാര്യം വ്യക്തമാക്കി പറയാം. ഞാനും എൻ്റെ അനുയായികളും എന്നെ അനുസരിച്ചവരും അതുപോലെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവരും ഇതെങ്ങനെയാണ് എന്ന് ഉദാഹരണം പറയാം. ഒരു ദൂതൻ വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കെതിരെ ഒരു സൈന്യം വരുന്നുണ്ട്, ഒരു ജയ്ഷ് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ കേട്ട്, താക്കീതുകൾ കേട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് തടിയെടുത്തവർ രക്ഷപ്പെട്ടു. നേരെ അവിടെ തന്നെ നിന്നവരെ ആ സൈന്യം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു പോയി. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാം. മുന്നറിയിപ്പുകാരനാണ് എന്നർത്ഥം. ഞാൻ കൊണ്ടുവന്ന ഹക്കിനെ അംഗീകരിച്ചവർ രക്ഷപ്പെടും, അതിനെ നിരാകരിച്ചവർ, നിരസിച്ചവർ
അവർ കഷ്ടപ്പെടും, അവർ നശിച്ചു പോകും എന്നും അർത്ഥം. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉദാഹരണം പറയാം, കമസലിമൻ ബനാ ദാറൻ വജഅല ഫിഹാ മഅ്ദബ. അള്ളാഹുവിനെ കുറിച്ചും നബിതങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അള്ളാഹുവും നബിതങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യരുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒരു രസകരമായ അല്ലെങ്കിൽ ചിന്തനീയമായ ഒരു ഉദാഹരണമാണ്, ഉൾക്കൊള്ളാവുന്ന ആർക്കും മനസ്സിലാകാവുന്ന ഉദാഹരണം. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല സ്വർഗം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ വർണ്ണിക്കവേ പറയാം, ഒരു വീടുണ്ടാക്കിയവനെ പോലെയാണ്. മമ്പന ദാറ വജഅല ഫിഹാ മഅ്ദബ, ഒരു വീടുണ്ടാക്കി, ആ വീട്ടിൽ വലിയൊരു സദ്യ ഒരുക്കി, എന്നിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു, ആ സദ്യയിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടി, ക്ഷണിക്കാൻ വേണ്ടി, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ ദൂതനെ വിട്ടു. ആ ദൂതന്റെ വിളിക്ക് ഉത്തരം നൽകി, ആ ദൂതന്റെ ഇൻവിറ്റേഷൻ ക്ഷണിച്ചുകൊണ്ട് വീട്ടിൽ വന്നവരൊക്കെ ദഖലദ്ദാറ, വീട്ടിൽ വന്നു, ആ കൊട്ടാരത്തിൽ വന്നു. വാക്കലവന മഅ്ദബ, സദ്യയൊക്കെ നല്ല വിഭവസമൃദ്ധമായി സദ്യയൊക്കെ ഉണ്ടു, നന്നായിട്ട് കഴിച്ചു. വമൻ ലം യജീബ് ദാഇയ, ആ ദാഇയുടെ ദഅവത്ത്, ആ വിളിയുമായി വന്ന, ഇൻവൈറ്റ് ചെയ്തു വന്ന ആളുടെ ക്ഷണം അത് നിരസിച്ചവർ, അത് സ്വീകരിക്കാത്തവർ, ലം യദ്ഖുലിദ്ദാർ, ആ വീട്ടിൽ വന്നതുമില്ല. വലം യകുൽ മിനൽ മഅ്ദബ, ആ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണാനും അവർക്ക് പറ്റിയില്ല. ഫദ്ദാർ വൽ ജന്ന, ഇവിടെ വീടെന്ന് പറഞ്ഞത് സ്വർഗമാണ്. വദ്ദാഇ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദാഇ എന്ന് പറഞ്ഞത് അത് മുഹമ്മദ് നബിയാണ്. എന്നപ്പോ വീട്ടുകാരനാരാ? അള്ളാഹുവുമാണ്. അപ്പൊ അള്ളാഹു തആല ഒരു വീടുണ്ടാക്കി, കൊട്ടാരമുണ്ടാക്കി, അവിടെ നല്ല മൗദൂബത്ത് സദ്യയും ഒരുക്കി, ആ സദ്യ ഉണ്ണാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ആളെ വിട്ടു. ആ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വിളിച്ചു, ആ വിളിക്ക് ഉത്തരം നൽകിയവരൊക്കെ ആ സദ്യ ഉണ്ടു, ആ വിഭവസമൃദ്ധമായ സദ്യയിൽ പങ്കെടുത്തു. അതിന്റെ അനുഭവങ്ങളൊക്കെ, സുഖങ്ങളൊക്കെ, സുഖഭോഗങ്ങളും രസങ്ങളും ഹരങ്ങളും ഒക്കെ ആസ്വദിച്ചു. അല്ലാത്തവർക്കത് പോയി. ഒന്ന് ഉദാഹരണം പറയാം, മുഹമ്മദൻ ഫഖദ് അതാ അല്ലാഹ് വമൻ അസാ മുഹമ്മദൻ ഫഖദ് അസാ അല്ലാഹ് വമുഹമ്മദുൻ ഫർഖുൻ ബൈനൻ നാസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മുഹമ്മദുൻ ഫർഖുൻ ബൈനൻ നാസ്, മുഹമ്മദ് നബി ജനങ്ങൾക്കിടയിലുള്ള ഫറഖാണെന്ന് പറഞ്ഞ നബി തങ്ങളെ അംഗീകരിച്ചവർ അവർ ഹഖ്ഖുൽ അഹ്ലുകാർ, നബി തങ്ങളെ നിരസിച്ചവർ, നിരാകരിച്ചവർ, വിശ്വസിക്കാത്തവർ, നിഷേധിച്ചവർ, അവിശ്വസിച്ചവർ, അവർ അഹ്ലുൽ ബാത്തിലാണ്, അവർ നാശത്തിന്റെ, അതുപോലെ നഷ്ടത്തിന്റെ, പരാജയത്തിന്റെ ആളുകളുമാണ്. അതാണ് മുഹമ്മദുൻ ഫർഖുൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിലുള്ള ഫർഖാണെന്ന് പറഞ്ഞാൽ രണ്ടിനെയും വേർതിരിക്കുന്ന, ആ വേർതിരിവിന്റെ, അതിന്റെ ഏകകം അല്ലെങ്കിൽ വേർതിരിവിന്റെ മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന്. അടുത്ത ഫസ്ൽ ഇയാൾ തങ്ങൾ പറയാം, അമ്മാ വുജൂബ് ഇത്തിബാഇ വംതിസാലി സുന്നത്തിഹി, നബി തങ്ങളുടെ ഇത്തിബാഅ് വാജിബാണ്, അവിടുത്തെ സുന്നത്ത് അംഗീകരിക്കലും അനുസരിക്കലും അത് വാജിബാണ്. വൽ ഇഖ്തിദാഇ ബിഹദിഹി, അവിടുത്തെ തിരുചര്യ അത് പൂർണ്ണമായും അനുസരിക്കലും വാജിബാണ് എന്നതൊക്കെ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഫഖദ് ഖാല അല്ലാഹു തആല ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ആല ഇംറാൻ സൂറത്തിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, മനുഷ്യന്മാരെ, അള്ളാഹുവെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവോട് നിങ്ങൾക്ക് ഹുബ്ബുണ്ടോ, എന്നാ ഫത്തബിഊനി, എന്നെ അംഗീകരിക്കണം, എന്നെ അനുസരിക്കണം, എന്നെ പിന്തുടരണം എന്ന് നബിയെ അങ്ങ് ജനങ്ങളോട് പറയാം. ഖുൽ, നബിയെ അങ്ങ് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹു നിങ്ങൾ ഹുബ്ബ് വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യണം, എന്നാൽ യുഹിബ്ബുകുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. അൽ ഇംറാൻ 31. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ സൂറത്തുൽ അറാഫ് 158 ഫആമിനൂ ബില്ലാഹി വറസൂലിഹിൻ നബിയ്യിൽ ഉമ്മി അല്ലദീ യുഅ്മിനു ബില്ലാഹി വമലായികതിഹി വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. അതുപോലെ വേറെ ഒരു ആയത്ത് സൂറത്തുൽ നിസാഇൽ 65 ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഇലാ ഖൗലിഹി തസ്ലീമാ വരെ. അപ്പൊ അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും അതിന് അവ കൊണ്ടുവന്നത് എന്തോ, പറഞ്ഞതെന്തോ, കൽപ്പിച്ചതെന്തോ അത് അംഗീകരിക്കുന്നത് വരെ ഈമാനില്ല, വിശ്വാസമേ ഇല്ല. അത് അംഗീകരിക്കുന്നവരാണ് മുസ്ലിം. അപ്പൊ നബിതങ്ങളെ അങ്ങയുടെ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ജനങ്ങൾക്കിടയിൽ, മുസ്ലിമുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ, വിതർക്കങ്ങൾ, വിവാദങ്ങൾ, വഴക്കും വെക്കാൻ ഉണ്ടാകുമ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്കമാക്കണം. നബിതങ്ങൾ ആർബിട്രേഷന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്കണം അതിന്റെ ജഡ്ജ്. നബിതങ്ങൾ പറയുന്നതാവണം തീരുമാനം, അതല്ലാതെ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ, ജനങ്ങൾ ഇഷ്ടം പോലെ തീരുമാനമല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അങ്ങയെ അവർ ഹക്കമാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങ് പറയുന്ന തീർപ്പ് അവർ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ അവർ മുഅ്മിനല്ല. ഒരു തർക്കത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആയത്തിറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴക്കില്, ജനങ്ങൾക്കിടയിലുള്ള ഒരു തർക്കത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ ആ തീർപ്പ് പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. അതില്ലെങ്കിൽ അവരുടെ ഈമാനില്ല, ഈമാൻ തന്നെ ഇല്ല എന്ന് അല്ലാഹു തആല പറയാം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. സൂറത്തുൽ അഹ്സാബ് 21 അല്ലാഹു തആല വ്യക്തമായി പറയാം,
നിങ്ങൾക്കുണ്ട്, ലഖദ് കാന ലക്കും നിങ്ങൾക്കുണ്ട്, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് മനുഷ്യർക്ക് ഫീ റസൂലില്ല അല്ലാഹുവിന്റെ റസൂലിൽ നബിതങ്ങളിൽ ഉസ്വത്തുൻ ഹസന വളരെ നല്ല ഉദാത്തമായ മാതൃക ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ അല്ലാഹുവെ വിശ്വസിക്കുന്നവർ, പ്രതീക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ വിശ്വസിക്കുന്നവർ, അന്ത്യനാളിനെയും വിശ്വസിക്കുന്നവർ, അതുപോലെ അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുന്നവർ, അവർക്ക് നബിതങ്ങളിൽ ഉജ്ജ്വലമായ അത്യുദാത്തമായ മാതൃകയുണ്ട്. അപ്പോൾ അൽ ഉസ്വത്തു ഫിർ റസൂലി അൽ ഇഖ്തിദാഉ ബി നബിതങ്ങളിലുള്ള ഉസ്വത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അലി തിർമുദി തങ്ങൾ പറയാണ്. അതിന്റെ അർത്ഥം എന്താ? അൽ ഉസ്വത്തു ഫിർ റസൂലി അൽ ഇഖ്തിദാഉ ബി വൽ ഇത്തിബാഉ ലിസുന്നതി വതറുകു മുഖാലഫതിഹി ഫി ഖൗലിൻ ഔ ഫിഅലിൻ, ഖൗലിലോ ഫിഅലിലോ വാക്കിലോ പ്രവൃത്തിയിലോ നബിതങ്ങളെ മുഖാലഫത്ത് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരാവുക, നബിതങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാവുക, അവിടുന്ന് പറഞ്ഞതിനോടോ ചെയ്തതിനോടോ അവിടുത്തെ സുന്നത്തുകളോട് വിരുദ്ധമാവുക എന്നുള്ളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് 100% യോജിച്ചുകൊണ്ട് തന്നെ ആവണം. നബിതങ്ങളുടെ സുന്നത്ത് അംഗീകരിക്കണം, നബിതങ്ങളുടെ ഇഖ്തിദാ ചെയ്യണം. അതാണ് ആ പറഞ്ഞതിനർത്ഥം എന്ന് അല്ലാമ ഇമാം തിർമുദി തങ്ങൾ പറയാം. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് നിൽക്കുന്നവർക്കുള്ള ശക്തമായ ആക്ഷേപമാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത് എന്നും. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ സഹൽ എന്നവർ പറയാം ഖാല ബിമുതാബഅത്തി സുന്നതി ഫഅമറഹും തആല ബിദാലിക വഅദഹും അൽ-ഇഖ്തിദാ ബിത്തിബാഇ لأن الله تعالى أرسله بالهدى ودين الحق ليزكيهم ويعلمهم الكتاب والحكمة ويهديهم إلى صراط مستقيم ووعدهم محبته അങ്ങനെ ആ ചർച്ച പോവാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയാൻ അഖ്വാമൻ ഖാലു യാ റസൂലല്ലാഹി ഇന്നാ നുഹിബ്ബുല്ലാഹ്, ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിതങ്ങളെ ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അള്ളാഹിനെ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞു. അള്ളാഹുവെ ഇഷ്ടമാണ്, അള്ളാഹുവെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ആയത്തിറങ്ങി ഫൻസലല്ലാഹു തആല. അപ്പോഴാണ് ആയത്തിറങ്ങിയത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, സൂറത്ത് ആല ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. ഖുൽ ഇൻ കുൻതും, നബി അങ്ങവരോട് പറയുക ഞങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നവരാണ് എന്ന് അവകാശപ്പെട്ട ആളുകളോട് എന്ന് പറഞ്ഞ ആളുകളോട് നബി അങ്ങ് പറയാ, നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ, സത്യമാണെങ്കിൽ, നിങ്ങൾ ശരിക്കും അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടത് ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുകയാണ്, പിന്തുടരുകയാണ് വേണ്ടത് എന്ന് നബിയെ അങ്ങ് അവരോട് പറയുക. وروي أن الآية نزلت في كعب بن الأشرف وغيرهم أنهم قالوا نحن أبناء الله وأحباؤه. ജൂതന്മാർ കഅബ് ബിൻ അഷ്റഫ് തുടങ്ങിയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹിന്റെ കുട്ടികളാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അങ്ങനെ വാദം, ഞങ്ങൾ അള്ളാഹിന്റെ കുട്ടികളാണ്. വഹിബ്ബാഹു, അള്ളാഹിന്റെ സ്വന്തക്കാരും ഇഷ്ടക്കാരുമാണ്. വനഹ്നു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് വലിയ സ്നേഹം ഞങ്ങൾക്കാണ് നിങ്ങളെക്കാളെന്ന് അവർ പറഞ്ഞു. അവകാശപ്പെട്ടപ്പോൾ അള്ളാഹു തആല പറഞ്ഞു ശരിയല്ല, അങ്ങനെ നിങ്ങൾക്ക് ഹുബ്ബുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഹബീബിനെ ഇത്തിബാ ചെയ്യുക വേണ്ടത് എന്ന് പറഞ്ഞു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അപ്പോൾ ഇത് നമുക്കും ബാധകമാണ്, ജൂതർക്കും ക്രൈസ്തവർക്കും എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്കും ഖാദി അയ്യാൽ തങ്ങൾ പറയാണ്, നമുക്കും ഈമാൻ ഉണ്ട് എങ്കിൽ, ഇസ്ലാം ഉണ്ട് എങ്കിൽ എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അതിന് അടിസ്ഥാനമാണ്. ആ മഹബ്ബത്ത് ഉണ്ടെങ്കിലേ, ഇത്തിബാ ഉണ്ടെങ്കിലേ നമുക്ക് ഹുബ്ബുണ്ട്, അള്ളാഹുവോട് ഹുബ്ബുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം ഒരു കവി വചനം ഇവിടെ ഖമാഖാലുൽ ഖായിൽ ഒരു കവി വചനം അദ്ദേഹം എടുത്തു. വഖാല വൽ ഹുബ്ബു മിനല്ലാഹി ഇസ്മ വതൗഫീഖു മിനൽ ഇബാദി തആ كما قال القائل تعصي الإله وأنت تظهر حبه هذا لعمري في القياس بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع എന്ന് പറഞ്ഞാൽ ഒരു കവി വചനം അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുകയാണ്. അതിന്റെ അർത്ഥം താസുൽ ഇലാഹ, അള്ളാഹുവെ നമ്മൾ ധിക്കരിക്കുക, അല്ലയോ മനുഷ്യ നീ അള്ളാഹു പറഞ്ഞേ കേൾക്കുന്നില്ല, പടച്ചവൻ പറഞ്ഞത് ധിക്കരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുക, എന്നിട്ട് പറയാ ഹുബ്ബഹു, അള്ളാഹിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് കാര്യമല്ല, അത് അർത്ഥശൂന്യമാണ്. ഹാദാല അംരി ഫിൽ ഖിയാസി ബദിഉ, ഇത് വല്ലാത്തൊരു വിചിത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ലോജിക്കൽ, ഇത് ശരിയല്ല, ഇത് യുക്തിസഹമല്ല, ഈ പറഞ്ഞത് ബുദ്ധിയല്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു, നീ സാദിഖാണ് നിന്റെ ഹുബ്ബെങ്കിൽ, നീ ശരിക്കും അള്ളാഹുവോട് നിനക്ക് ഹുബ്ബുണ്ടെങ്കിൽ അള്ളാഹുവിന് താഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് താഅത്ത് റസൂലുള്ളാഹിന്റെ താഅത്തുമാണല്ലോ അതിന്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതിഉ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബുള്ളവരാണ്, അള്ളാഹുവോട് ഹുബ്ബുള്ളവരാണ് എന്ന് നമ്മൾ വെറുതെ ക്ലെയിം ചെയ്തിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ട് കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താഅത്ത് വേണം. അള്ളാഹുവോട് നമുക്ക് സ്നേഹമുണ്ടോ, അള്ളാഹുക്ക് താഅത്ത് ചെയ്യുന്നവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ കരുതുന്നോ, പറയുന്നോ, അവകാശപ്പെടുന്നോ ഉണ്ടെങ്കിൽ അതിന് തെളിവെന്താ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുത്തഈങ്ങളാവണം, താഅത്ത് ചെയ്യണം, അനുസരിക്കണം, ഇത്തിബാ ചെയ്യണം എന്ന് പറയണം.
ഹദീസുകൾ അനേകമുണ്ട്. ഏതാനും ഹദീസുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗഇദത്ത്, അവിടുത്തെ ഉപദേശം, സാരോപദേശത്തിൽ എവിടെന്ന് പറഞ്ഞല്ലോ, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നബി തങ്ങൾ ദീർഘമായ ഹദീസിൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ എത്തിയപ്പോൾ സഹാബത്ത് പറയാൻ, നബി തങ്ങളെ അങ്ങ് ഞങ്ങൾക്കൊരു ഉപദേശം നൽകണം. അങ്ങയുടെ ഉപദേശങ്ങൾ വർത്തമാനങ്ങൾ കേട്ടിട്ട് അങ്ങ് ഞങ്ങളെ വിട പറഞ്ഞു പോവുകയാണോ, യാത്ര പറഞ്ഞു പോവുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇനി എനിക്ക് ശേഷം പല ഫിത്നകളും ഫസാദുകളും പ്രയാസങ്ങളും ഭിന്നിപ്പുകളും കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും എന്റെ സുന്നത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും അൽ മഹ്ദിയീൻ, മഹാന്മാരായ സന്മാർഗ ദർശികളും സന്മാർഗത്തിലേക്ക് ചേർക്കപ്പെട്ടവരുമായ, അഥവാ സന്മാർഗം അല്ലാഹു കൊടുത്ത് ആദരിച്ച സന്മാർഗത്തിലെത്തിയ ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്ന് ഖുലഫാഉർ റാഷിദീങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. റസൂലുള്ളാഹി ഹയാത്തുള്ള കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ ഇല്ലല്ലോ. റസൂലുള്ളാഹിന്റെ ഹയാത്തിന്റെ കാലശേഷമാണ് ഖുലഫാക്കളുടെ ഖിലാഫത്ത് വരുന്നത്. പക്ഷെ എന്നിട്ടും നബി തങ്ങളുടെ വായിൽ നിന്ന് നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നോക്കണം. അതാണല്ലോ മുഅ്ജിസത്ത്, അതാണല്ലോ നബി. നബി എന്ന് പറഞ്ഞാൽ നബവുമാ വായതക്കും ശേഷം വരാൻ പോകുന്ന, ശേഷം ഖിലാഫത്ത് ഉണ്ടാകും, ഖിലാഫത്തുർ റാഷിദ വരും, ആ ഖുലഫാക്കളൊക്കെ റാഷിദീങ്ങളായിരിക്കും എന്ന വാക്കുകളൊക്കെയുള്ള സന്തോഷ വാർത്തയും അറിയിപ്പും അതിലുണ്ട്. എനിക്ക് ശേഷം എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാഷിദീൻ മഹ്ദിയീന്റെ സുന്നത്തും അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയതായി വരുന്ന ദീനിൽ പലരും കൂട്ടിച്ചേർക്കാൻ വരുമ്പോൾ ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്നതൊക്കെ ബിദ്അത്താണ്, അനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടുമാണ്, ദുർമാർഗവുമാണ്. സുന്നത്തിന്റെ വാതിൽ ഉറച്ചു നിൽക്കണം. ബിദ്അത്തിനെ നിങ്ങൾ പാടെ വിപാടനം ചെയ്യണം, ബിദ്അത്തിനെ ഉച്ചാടനം ചെയ്യണം, അംഗീകരിക്കരുത് എന്നൊക്കെ പറയാം. എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൃത്യവും വ്യക്തവുമായി മുന്നറിയിപ്പ് നൽകുക, മാർഗദർശനം നൽകുക. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ആ സിയാദത്തുമുണ്ട്. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ സമൂഹത്തിന് ഉമ്മത്തിന് വഴികേടിലാകുന്ന സമയത്ത് സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പറയുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്റെ ഉമ്മത്തിൽ ഫസാദ്, കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ ഫസാദാകുന്ന സമയത്ത് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. മൻ തമസ്സക ബിസുന്നതി, എന്റെ സുന്നത്താരെങ്കിലും മുറുകെ പിടിച്ചാൽ ഇൻദ ഫസാദി ഉമ്മതി, എന്റെ ഉമ്മത്ത് ഫസാദായി പോകുന്ന, ഫാസിദായി പോകുന്ന ഘട്ടത്തിൽ, ഉമ്മത്ത് ദുഷിക്കുമ്പോൾ, ഉമ്മത്തിൽ തിന്മകൾ പരക്കുമ്പോൾ, അർത്ഥം നന്മകളൊക്കെ അസ്തമിക്കുകയും അല്ലെങ്കിൽ നന്മകൾക്കൊക്കെ ഗ്രഹണം പിടിക്കുകയും ഗ്ലാനി പറ്റുകയും ചെയ്ത് അധർമ്മവും തിന്മയും ഒക്കെ അതിന്റെ തേരോട്ടമുണ്ടാകുന്ന സമയത്ത് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഹദീസ്. ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകൾ പറയാം. അപ്പോ സുദീർഘമായ ഹദീസുകളാണ്, എല്ലാം കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരല്പം സാമ്പിളുകൾക്ക് വേണ്ടി ഏതാനും ഉദാഹരണങ്ങളായിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഖുർആൻ അംഗീകരിക്കുക, സുന്നത്ത് അംഗീകരിക്കുക എന്നുള്ളത് അത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ എന്ന് പറഞ്ഞ വിധം പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പര പൂരകമാണ്. ചില ആളുകൾ പറയും ഖുർആൻ മതി സുന്നത്ത് വേണ്ട. ഖുർആൻ മതി സുന്നത്ത് വേണ്ട എന്ന് പറയുന്നത് ഇസ്ലാമികമാണ്. ഖുർആനും വേണം, കാരണം ഖുർആന്റെ വിശദീകരണമാണ് സുന്നത്ത്. ഖുർആനും സുന്നത്തും അത് രണ്ട് പേരുകളാണെങ്കിലും അത് രണ്ടും പരസ്പര വിരുദ്ധമെന്നല്ല എന്ന് മാത്രമല്ല, അത് ഒന്നിൽ നിന്ന് ഒന്നിനെ മാറ്റി മറിക്കാൻ, ഒന്നിൽ നിന്ന് മാറ്റിപ്പിടിക്കാൻ സാധ്യമല്ല. അത് പരസ്പര പൂരകങ്ങളാണ് ഖുർആനും സുന്നത്തും. അതുപോലെ സലഫ് സ്വാലിഹീങ്ങളുടെ എന്ന് പറഞ്ഞ സഹാബത്തിന്റെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞതാണല്ലോ. അൽ ജമാഅത്ത് സഹാബത്തും താബഈങ്ങളും മുൻഗാമികൾ, അവരുടെയൊക്കെ മാർഗങ്ങൾ, അതിനെ പിന്തുടർന്ന് പോകുക എന്നുള്ളതാണ്. ആ പാരമ്പര്യത്തിന്റെ പവിത്രപാതയാണ് രക്ഷയുടെ പാത, വിജയത്തിന്റെ പാത. ഒരുപാട് ഹദീസ് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ഹദീസ്, അവിടുത്തെ ആ തിരുചര്യ. മൻ ഇഖ്തദാ ബി ഫഹുവ മിന്നി വമൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയാണ്, മൻ ഇഖ്തദാ ബി, എന്നെ ആരെങ്കിലും ഇഖ്തിദാ ചെയ്താൽ, അംഗീകരിച്ചാൽ, അനുസരിച്ചാൽ, ഫഹുവ മിന്നി, അവൻ എന്നിൽപ്പെട്ടവരാണ്. വമൻ റഗബ അൻ സുന്നതി, എന്റെ സുന്നത്തിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവൻ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവരുമല്ല. അനേകം സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങളിൽ നിമിത്തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. 2-3 ചെറുപ്പക്കാര്
കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ, അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് സംഭവത്തിൽ ഹദീസിൽ പറയുന്നുണ്ട്. അവർ ഒരാൾ പറയാൻ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ബ്രഹ്മചര്യ ജീവിതത്തിൽ ആചരിക്കും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകും, ഫുൾ ടൈം ഇബാദത്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ വേറൊരാളും പറയുന്നത്, വേറൊരാൾ കൂട്ടത്തിൽ പറയുന്നത് ഞാൻ രാത്രി ഒരു കാലത്തും ഒരിക്കലും ഉറങ്ങൂല, ഫുൾ ടൈം ഇബാദത്തായിരിക്കും. വേറൊരാൾ പറയുന്നത് പകല് ഞാൻ ഒരിക്കലും എല്ലാ കാലത്തും നോമ്പായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം വരുന്നത് ഇതല്ല ദീൻ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ സമീകൃതമായ ഒരു വസതീയത്തിന്റെ ദീനോടെ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിക്കാഹിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, കുടുംബജീവിതം, വിവാഹം കഴിക്കല് അത് സുന്നത്താണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിക്കാഹ് സുന്നത്തി സുന്നത്തി ഫലൈസ മിന്നീ. നിക്കാഹ് ചെയ്യൽ, വിവാഹം ചെയ്യൽ, വിവാഹ ജീവിതം നയിക്കല് അത് എന്റെ സുന്നത്താണ്, എന്റെ ചര്യയാണ്. ആ സുന്നത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവൻ, അതിനെ തള്ളിക്കളയുന്നവൻ, നിരാകരിക്കുന്നവൻ, അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ, വൈമുഖ്യം കാണിക്കുന്നവൻ ഫലൈസ മിന്നീ, അവൻ എന്നിൽ പെട്ടവനല്ല. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ബന്ധവും അതുപോലെ അടുപ്പവും ഒക്കെ ഉണ്ടെങ്കിൽ, ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ സുന്നത്തിനോടുള്ള ഇത്തിബാ അനിവാര്യമാണ് എന്ന് ഒമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ. അതുപോലെ മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബിതങ്ങൾ തന്നെ പറയാം, അന്നഹു ഖാല ഇന്ന അഹ്സനൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വൃത്താന്തം, വാർത്തയും വൃത്താന്തവും കാര്യവും ഖുർആനാണ്, കിതാബുള്ളയാണ്. വഖൈറൽ ഹദീ, ചര്യകളിൽ ഏറ്റവും അത്യുത്തമം ഹദീ മുഹമ്മദിൻ, നബിതങ്ങളുടെ ഹദിയാണ്, ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, പുതുതായി ചേർക്കപ്പെടുന്ന, ദീനിൽ ചേർക്കപ്പെടുന്ന, ദീനിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും മോശമായത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി സലാസ വമാ സിവാ ദാലിക വഹുവ ഫള് ആയത്തുൻ മുഹ്കമ ഔ സുന്നത്തുൻ ഖായിമ ഔ ഫരീദത്തുൻ ആദില. ഇങ്ങനെ സുന്നത്തിന്റെ പ്രാധാന്യം ഹസൻ അബുൽ ഹസൻ റളിയല്ലാഹു ഹസൻ ഇബ്നു അബുൽ ഹസൻ റഹിമഹുല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൻ ഖലീലുൻ ഫി സുന്നത്തിൻ ഖൈറുൻ മിൻ അമലിൻ കസീരിൻ ഫി ബിദ്അഹ്. സുന്നത്തിലായി നിൽക്കുമ്പോൾ ഒരല്പം അമലാണെങ്കിൽ പോലും ബിദ്അത്തിലായിട്ട് അനേകം അമൽ ചെയ്യുന്നതിനേക്കാൾ അത് അത്യുത്തമമാണ്. സുന്നത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അത് അമലുകൾ കാഴ്ചക്ക് എണ്ണത്തിൽ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിന് ക്വാളിറ്റി കൂടുതലാണെന്നർത്ഥം. നേരെ മറിച്ച് സുന്നത്തില്ലെങ്കിൽ ബിദ്അത്തിലകപ്പെട്ടു പോയാൽ ക്വാണ്ടിറ്റി കൂടിയിട്ട് കാര്യമല്ല, അതിന്റെ ക്വാളിറ്റി വിനഷ്ടമായി പോയി. وقال صلى الله عليه وسلم മറ്റൊരു ഹദീസ്, ഇന്നല്ലാഹു തആല യുദ്ഖിലുൽ അബ്ദൽ ജന്നത ബിസുന്നതി തമസ്സക ബിഹാ. അല്ലാഹു തആല ഒരടിമയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും അവൻ മുറുകെ പിടിച്ച സുന്നത്ത് കാരണത്താൽ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മുതമസ്സികു ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ലഹു അജ്റു മിഅത്തി ഷഹീദ്. നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബനി ഇസ്രായീൽ ഇഫ്തറഖു വലാ 72 മില്ല. പ്രശസ്തമായ ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ബനു ഇസ്രായീൽ 72 കക്ഷികളായി വേർതിരിഞ്ഞു. 72 മില്ല, 72 മില്ലത്തുകളായി, പ്രസ്ഥാനങ്ങളായി, കൈവഴികളായി അവർ വേർപെട്ടു പോയി. ഇന്ന ഉമ്മത്തി തഫ്തറിഖു അലാ 73, എന്റെ ഉമ്മത്ത് അവരെക്കാൾ ഒന്നുകൂടെ കൂടും, 73 ആവും. കുല്ലുഹാ ഫിന്നാർ, അവരൊക്കെയും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു കക്ഷി ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. ഖാലു, അവർ ചോദിച്ചു, വമൻഹും യാ റസൂലല്ലാഹ്, നബി തങ്ങളെ ആ 73 കക്ഷികളിൽ ഒരൊറ്റ കക്ഷി വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതാരാ ഒറ്റ കക്ഷി വിജയിക്കുന്നവർ? ഖാല അല്ലദീ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാൻ ഇന്ന് ഏത് വിശ്വാസത്തിലാണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഏത് മാർഗത്തിലാണോ, വസ്ഹാബി എന്റെ സഹാബത്തും, മാ അന അലൈഹി വസ്ഹാബി എന്നാണ് മറ്റൊരു ഹദീസ്. ഞാനും എന്റെ സഹാബത്തും നിലകൊള്ളുന്നത് എന്തോ അതാണ് സത്യം, അത് മാത്രമാണ് വിജയിക്കുക. ബാക്കിയുള്ള 72 വിനാശത്തിലും നരകത്തിലുമാണ്. وعن انس رضي الله عنه قال صلى الله عليه وسلم من احيا سنتي فقد احياني ومن احياني كان معي في الجنه. എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എന്നെയും ജീവിപ്പിച്ചവൻ. അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചവെന്ന് പറഞ്ഞാല് ജനങ്ങളൊക്കെ മറന്നുപോകുന്ന, അവരുടെ കർമ്മങ്ങളിൽ നിന്നൊക്കെ അസ്തമിച്ചു പോകുന്ന സമയത്ത് അതിനെ പുനർജീവിപ്പിക്കുക. ജനങ്ങൾ ആ സുന്നത്തിനെ കുറിച്ച് ബോധവാന്മാരല്ലാത്ത ഒരു സമയത്ത്, അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ ആ സുന്നത്ത് നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നിബിധങ്ങൾ പറയാം, അവൻ എന്നെ തന്നെ പുനർജീവിപ്പിച്ച പോലെയാണെന്ന് പറഞ്ഞാൽ എന്റെ സുന്നത്തുകൾക്ക് പുതുജീവൻ കൊടുത്താളാ. വമൻ അഹ്യാനി കാന മഈ ഫിൽ ജന്ന. വേറെ ഹദീസിൽ മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന എന്നുണ്ട് വേറെ റിവായത്തിൽ. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്, എന്നെ ഇഷ്ടപ്പെട്ടവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണ്. അല്ലാഹു തആല ആ സൗഭാഗ്യശീലരായ, വിജയശീലാലിതരായ മഹാന്മാരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ദുആ ചെയ്യാം. ആമീൻ. وعن عمرو بن عوف المزني أن النبي صلى الله عليه وسلم قال لبلال الحارث فمن أحيا سنة من سنتي فقد أميتت بعدي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അഹ്യാ സുന്നത്തൻ മിൻ സുന്നതി, എന്റെ സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് ഒരാൾ പുനർജീവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഉമീതത് ബഅദി, എന്റെ ശേഷം അത് മരിച്ചുപോയ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ശേഷം പലരും മറന്ന, അത് വിസ്മൃതമാക്കി കളഞ്ഞ, അതാണ് മൃതമാകുക. വിസ്മൃതം എന്ന് പറഞ്ഞാൽ മൃതം,
ജനങ്ങളത് മറന്നുപോയി, ഹയാത്തിൽ നിന്ന് ജനങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ അകന്നുപോയി, ജനങ്ങളുടെ പ്രയോഗങ്ങളിൽ നിന്നൊക്കെ അകന്നുപോയ ഒരു സുന്നത്തിനെ ആരെങ്കിലും പുനർജീവിപ്പിച്ചു, അതിനെ അമൽ ചെയ്തു എന്നർത്ഥം, അമൽ ചെയ്യുകയും അത് പ്രബോധനം ചെയ്യുകയൊക്കെ ചെയ്തു, അതിന് പുതുജീവൻ കൊടുത്താൽ ഫഇന്ന ലഹു മിനൽ അജ്രി, അവന്റെ പ്രതിഫലം എത്രയെന്നറിയോ, മിഥല മൻ അമില ബിഹാ, അത് അമൽ ചെയ്ത ആ സുന്നത്ത് പിന്നീട് അമൽ ചെയ്യാൻ ആരൊക്കെ ഇടവന്നോ അവരുടെയൊക്കെ കൂലി അവർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, ഒരു സുന്നത്ത്, ഏതെങ്കിലും ഒരു സുന്നത്ത്, ഇന്നതെന്നുള്ള ഏതെങ്കിലും ഒരു സുന്നത്ത് മറ്റേ ജനങ്ങൾ മറന്നുപോയി, അത് ആരും ചെയ്യുന്നില്ല. ആ സമയത്ത് ഒരാൾ ആ സുന്നത്തിനെ കുറിച്ച് ബോധവാനാവാണ്, ആ സുന്നത്തിനെ അയാൾ പുനർജീവിപ്പിക്കുകയാണ്, അങ്ങനെ അവൻ മാതൃകയാവാണ്. ആ വ്യക്തി ഏത് കാലഘട്ടത്തിലുള്ള വ്യക്തിയാണെങ്കിലും ആ സുന്നത്ത് അവൻ എടുക്കുന്നു, അത് ജനങ്ങൾ കാണുന്നു, അപ്പൊ ആ ജനങ്ങളും അതനുസരിച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സുന്നത്ത് ഉണ്ടായിരുന്നല്ലോ, ആ സുന്നത്ത് മറന്നുപോയതാണല്ലോ, ജനങ്ങളുടെ അമലിൽ നിന്ന് പ്രയോഗത്തിൽ നിന്ന് അസ്തമിച്ചു പോയതാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സുന്നത്ത് അവർ എടുക്കുന്നു. അങ്ങനെ വന്നാൽ അവരുടെ പ്രതിഫലം എത്രയാണ്? ആ അമലനുസരിച്ച് പിന്നെ ആരൊക്കെ ചെയ്തോ അവർക്കുള്ള പ്രതിഫലത്തിൽ നിന്നൊക്കെ ഒരു ഓഹരി ഇവന് കിട്ടും. അത് ചെയ്തവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അതിന് കാരണക്കാരനായ, അതിന് അവർക്ക് വഴി തെളിയിച്ച ഈ വ്യക്തിക്കും കിട്ടും. ഓമനി ബിത്തദാബ്, ഇത് ഒരു വശത്ത്. ഇതിന്റെ മറുവശമോ, ഇതിന്റെ കോൺട്രറി ആയിട്ടുള്ള വശം കൂടി പറയാം. ഓമനി ബിത്തദാബിദാത്തൻ വലാല, ആരെങ്കിലും ഒരു ദുർമാർഗം, ഒരു ബിദാത്തുൻ വലാല കൊണ്ടുവന്നാൽ, ലാ തുഗില്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുത്താത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലിനും ഇഷ്ടപ്പെടാത്ത ബിദാത്തായെങ്കിലും കൊണ്ടുവന്നാൽ അവന് അതിന്റെ വിപത്തുണ്ടെന്ന് മാത്രമല്ല, കാന അലൈഹി മിസ്ലു അയ്യാമി മൻ അമില ബിഹാ മിസ്ലു ആസാമി മൻ അമില ബിഹാ, അത് ആരൊക്കെ ചെയ്തോ ആ ചെയ്തവരുടെ ഇസ്മുകൾ, ആ ബിദഅത്ത് ചെയ്തവരുടെ ഇസ്മുകൾ, മിസ്ല ആസാമി മൻ അമില ബിഹാ, അത് ചെയ്തവരുടെ ആസാമുകൾ അവർക്ക് കിട്ടും, കുറ്റം കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ഔസാരി നാസി ശൈഅ, അത് ചെയ്തവരുടെ കുറ്റം കുറയില്ല, അവർക്കുണ്ട്, എന്നാൽ അതിന് കാരണക്കാരായവർക്കും അതിനുള്ള കുറ്റം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വലയാതുമില്ല. അവന്റെ വിധങ്ങളുടെ സുന്നത്തുകൾ അറിയാൻ, ഉൾക്കൊള്ളാൻ, അതുപോലെ ജനങ്ങൾ മറന്നുപോയ, വിസ്മൃതിയിൽ ആണ്ടുപോയ സുന്നത്തുകളെ പുനർജീവിപ്പിക്കാനൊക്കെ അവസരം കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. അത്തരം സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.